ദ ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ദൂരദർശൻ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മനോഹരമായ തിരുവല്ല പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് കേട്ടോ. ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്നത് വിശ്വപ്രസിദ്ധമായിട്ടുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവല്ല പാലിയേക്കര കൊട്ടാരത്തിന്റെ കവാടത്തിലാണ്. കുറേയധികം കാര്യങ്ങൾ ഈ ദേശത്തിന്റെയും ഈ സംസ്കാരത്തിന്റെയും ഉൾപ്പെടെ വാസ്തുവിദ്യയുടെയും രുചിയുടെയും ഉൾപ്പെടെ കഥകൾ പറയുവാൻ ഈ മതിൽക്കെട്ടിനപ്പുറത്ത് ഈ കൊട്ടാര വളപ്പിൽ നമ്മളെ കാത്ത് കുറേയധികം കാര്യങ്ങൾ നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ. നമ്മൾ കണ്ടറിയാത്ത, നമ്മൾ കേട്ടറിയാത്ത, നമ്മൾ രുചിച്ചറിയാത്ത പല കാര്യങ്ങളും ദ ഹെറിറ്റേജ് ബൈറ്റ്സിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് തിരുവല്ല പാലിയേക്കര കൊട്ടാരം. പോവാം. ഹലോ മഹേഷ് ഏട്ടാ, നമസ്കാരം. 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 നമ്മുടെ മഹേഷ് ഏട്ടനാണ് ഈ തിരുവല്ല കൊട്ടാരം ട്രസ്റ്റിന്റെ ട്രഷററാണ് മഹേഷ് ഏട്ടനാണ് ഞങ്ങളെ ഇങ്ങോട്ട് സ്വീകരിച്ചതിൽ പ്രധാനിയിലൊരാൾ. മറ്റാൾ ജയകുമാർ ഓർമ്മ അങ്ങൾ നിൽപ്പുണ്ട്. ബാക്കി രണ്ടുപേരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തും, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തും പ്രേക്ഷകർ. എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളാണ്. കൃഷ്ണൻ ചേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ PR വർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം. കൃഷ്ണേട്ടൻ പഴയ ആളാണ്, അദ്ദേഹത്തിന് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇന്ന് ചരിത്രം ഞാൻ ചോദിക്കുന്നത് അറിയേണ്ട മുഴുവൻ സാറിൽ അതെ അതെ അതെ. ഇത് സൂര്യകുമാർ വർമ്മ, നമ്മുടെ ക്ഷത്രിയ ക്ഷേമ സഭ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ഷത്രിയരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ തിരുവല്ലയുടെ ഭാരവാഹിയാണ്. നമസ്കാരം സാർ. മറ്റേത് ജയകുമാർ വർമ്മ, അദ്ദേഹം കുടുംബാംഗമാണ്, ഇവിടുത്തെ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങള് PR വർമ്മ സാറിൽ നിന്ന് ഈ കൊട്ടാരത്തിന്റെ ചരിത്രം ഒന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാത്തിരുന്നോണം ഇവിടെ. ഞങ്ങൾ ഓടിപ്പോയിട്ട് ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് ഓടി തിരിച്ചു വരാം സാർ. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. ഓ വരൂ സാർ, പറഞ്ഞോളൂ. ഈ തിരുവല്ല കൊട്ടാരം തിരുവല്ല നഗരത്തിന്റെ ഹൃദയത്തിലാണ് അല്ലേ? ഞാൻ നോക്കിയെടുത്തോളം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു എത്ര ഏക്കറുണ്ട് സാർ മുഴുവൻ ഇത് ഏകദേശം? ഇപ്പം ഇതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു 5 to 6 acres എന്തായാലും വരും. ഈ തിരുവല്ല കൊട്ടാരം പാലിയേക്കര പാലസ് എന്ന് പറയുന്നത് തിരുവല്ല നഗരത്തിന്റെ പാലിയേക്കര എന്ന സ്ഥലം, ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിനൊക്കെ ഏകദേശം അടുത്ത പാലിയേക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോകാം. എങ്ങനെയാണ് തിരുവല്ല കൊട്ടാരം ഇവിടെ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ആരംഭ ഘട്ടം എങ്ങനെയായിരുന്നു? ആരംഭം എന്ന് പറഞ്ഞാൽ പണ്ട് കോലത്തിരി രാജാവും പിന്നെ ഈ അറക്കൽ ബീവിയുമായിട്ട് ചില സൗന്ദര്യപ്പഴക്കങ്ങളുണ്ടായി. അപ്പോൾ അറക്കൽ ബീവി മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു, കോലത്തിരി ചെറുതായിട്ടൊരു പാഠം പഠിപ്പിക്കാനായിട്ട്. ഹൈദരാലി ഒരു സൈന്യവുമായിട്ട് കേരളത്തിലേക്ക് കടന്നു. അപ്പോൾ കോലത്തിരിയുടെ ഒരു ശാഖ അതിൻ്റെ അടുക്കലായിട്ട് പയ്യന്നൂർ ഭാഗത്തുണ്ടായിരുന്നു, ചങ്ങക്കോലകം. അവിടുത്തെ പിന്നെ സ്ത്രീജനങ്ങളും കുറച്ച് പേരേ ഉള്ളൂ, എല്ലാം കൂടെ ഒരു ബോട്ടിൽ കയറി സൈന്യസമേതം തെക്കോട്ടേക്ക് പുറപ്പെട്ടു. ആണുങ്ങളെല്ലാം അവിടെ നിന്നു എന്നുവെച്ചാൽ യുദ്ധത്തിന് പങ്കെടുക്കാനായിട്ട്. അപ്പം കോഴിക്കോട് കഴിഞ്ഞപ്പോൾ പിന്നെ കോഴിക്കോടിന് തെക്കായിട്ടാണ് പരപ്പനാട് രാജ്യം. പരപ്പനാടാണ് ഞങ്ങളുടെ രാജകുടുംബമാണ്, ഞങ്ങളുടെ മൂലകുടുംബം, പൂർവികരെല്ലാം അവിടെയാണ്. അതെ അതെ. അപ്പം അതിൻ്റെ ഒരു ശാഖ പഴഞ്ചേരിക്കോലകം ബേപ്പൂരിനടുക്കലുണ്ടായിരുന്നു. അപ്പം വടക്കുന്ന് വരുന്ന കോലത്തിരിയുടെ ശാഖയിലെ സ്ത്രീകളുമെല്ലാം നമ്മുടെ പഴഞ്ചേരി കോലകത്തിൽ തന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തു. അപ്പോൾ തിരിച്ചവരെ തെക്കോട്ടേക്ക് തിരുവിതാംകൂറിലേക്ക് പോകുമ്പോഴേ കുടുംബത്തിലെ സ്ത്രീകളെ കൂടെ കൊണ്ടുപോയി, സ്ത്രീകളെയും കുട്ടികളെയും. ആണുങ്ങളെ കൊണ്ടുപോകത്തില്ല, ആണുങ്ങൾ അവിടെ യുദ്ധം ചെയ്യാനുള്ളവരാണ്. സ്ത്രീകളെ കൊണ്ടുപോകുന്നു എന്നുവെച്ചാൽ ശത്രുക്കൾ വന്ന് രാജ്യം നശിപ്പിച്ചാലും ആ കുടുംബം നശിക്കരുത്. അതുകൊണ്ട് സ്ത്രീകളെ മാത്രമേ പോകത്തുള്ളൂ. കോലത്തിരിയുടെ ശാഖയും ഞങ്ങൾ ഈ പഴഞ്ചേരി കോലകം ശാഖയിലെ സ്ത്രീകളും കൂടെ ചേർന്ന് തിരുവിതാംകൂറിലേക്ക് വന്ന്
ആദ്യം രാമവർമ്മ ധർമ്മരാജാവിനെ കണ്ടു. തിരുവിതാംകൂർ അതെ അതെ ധർമ്മരാജാവിന് വലിയ സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂറിൽ നിന്നും പിന്നെ സന്തതികൾ വളരെ കുറവാണ്. അപ്പോൾ ഒരു കോലത്തിരിയുടെ ശാഖ തന്നെ വന്നു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. എന്നുവെച്ചാൽ കോലത്തിരി കുടുംബത്തിൽ നിന്നാണ് ദത്ത്. പരപ്പനാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോലത്തിരി കുടുംബങ്ങളിൽ കല്യാണം കഴിച്ചിരുന്നത്, വിവാഹം ചെയ്തിരുന്നത് പരപ്പനാട് രാജകുടുംബം, പഴശ്ശി രാജകുടുംബം, കുറുമ്പനാട് രാജകുടുംബം എന്നീ കുടുംബങ്ങളിൽ നിന്നായിരുന്നു. അപ്പം രാജകുടുംബത്തിലേക്ക് പിന്നെ വിവാഹം കഴിക്കാനും ദത്തെടുക്കാനും രണ്ട് കുടുംബങ്ങൾ എത്തുക എന്ന് വെച്ചാൽ അവർക്ക് വലിയ സന്തോഷമായി. അപ്പം അതനുസരിച്ച് പിന്നെ ധർമ്മരാജാവ് ആദ്യം കോലത്തിരി ശാഖക്കാരെ പിന്നെ തിരുവനന്തപുരത്ത് തന്നെയും പരപ്പനാട്ടുകാരെ ചങ്ങനാശ്ശേരിയിലെ ഒരു തെക്കങ്കൂർ രാജാവിൻ്റെ ഒരു പഴയ കൊട്ടാരം ഉണ്ടായിരുന്നു, നീരാഴിക്കട്ട കൊട്ടാരം. അവിടെയും താമസിപ്പിച്ചു. അപ്പോൾ ഒരു റോയൽ ട്രീറ്റ്മെൻറ്റാണ്. അന്നത്തെ രീതിയിൽ രാജകീയമായിട്ടുള്ള സ്വീകരണവും പിന്നെ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ കുടുംബക്കാരെ ആദ്യം ചങ്ങനാശ്ശേരി നീരാഴിക്കെട്ട് കൊട്ടാരത്തിൽ വന്നു. പിന്നെ അംഗസംഖ്യ കൂടിയതനുസരിച്ച് പലയിടങ്ങളിലായിട്ട് സ്കാറ്റർ ചെയ്തു. അങ്ങനെ സ്കാറ്റർ ചെയ്താണ് പാലിയേക്കര കൊട്ടാരം. അപ്പം ശ്രീവല്ലഭൻ്റെ അടുക്കൽ തന്നെ നമ്മുടെ കുടുംബം വേണമെന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു സ്ഥലം നോക്കി എടുത്തതാണ്. അത് ശ്രീവല്ലഭൻ്റെ സ്ഥലമായിരുന്നു തിരുവല്ലയുടെ അന്നത്തെ പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കുടുംബമൊക്കെ വെച്ചു, ഇവിടെ താമസമായി. ഏകദേശം എത്ര വർഷം മുമ്പായിരിക്കും ഇത്? ഏകദേശം ഇതിനൊരു പഴമ എത്രത്തോളം ഉണ്ടാവും സർ? ഇവിടെ വന്നത് പിന്നെ 965 കൊല്ലവർഷം 965. അപ്പോൾ ഇംഗ്ലീഷ് കണക്കാകുമ്പോൾ ഒരു 1792 93 ആ സമയത്താണ് ഇവിടെ ഞങ്ങളുടെ ആസ്ഥാനം ഉറപ്പിക്കുന്നത്. ജയവരങ്കടെ ശ്രീ തിരുനാൾ മഹാരാജാവിൻ്റെ സ്മരണാർത്ഥം പണിയിരിക്കപ്പെട്ടതാണ്. ഞങ്ങളുടെ ഞാൻ നോക്കിയിട്ട് എനിക്കൊന്ന് ഭയങ്കരമായിട്ട് സാദൃശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ കാണുന്ന അതേ രൂപവും ഈ രൂപവും തമ്മിൽ ഒത്തിരി സാദൃശ്യം, കൂടുതൽ സാധാരണ കാണുന്ന ശ്രീധരാലിൻ്റെ പ്രതിമയേക്കാൾ കുറച്ചുകൂടെ അദ്ദേഹമായിട്ട് റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് നമ്മൾ ഈ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വഞ്ചീശമംഗളം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ ഗാനം, അതായത് അതാണ് ഈ കൊത്തി എഴുതി വെച്ചിരിക്കുന്നത്. അതായത് അന്ന് സ്കൂൾ കുട്ടികൾ പിന്നെ ഡ്രില്ലിനൊക്കെ നമ്മൾ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പാട്ടാണ് വഞ്ചീശമംഗളം എന്നാണ് ഇതിൽ പറയുന്നത്. വഞ്ചി ഭൂമി പതേച്ചിരം സഞ്ചിതാഭം ജയിക്കേണം, ദേവദേവൻ ഭവാനെന്നും ദേഹസൗഖ്യം വളർത്തേണം, താവകമാം കുലം മേൽമേൽ ശ്രീ വളർന്നുല്ലസിക്കേണം, ത്വൽ ചരിതമെന്നും ഭുവന വിശ്രുതമായി വിളങ്ങേണം, ചാലകുറ്റി ചിരം പ്രജ പാലനം ചെയ്തരുളേണം, വഞ്ചിഭൂമി പതേച്ചിരം. അന്നത്തെ മഹാരാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളൊരു ഗാനമാണ്, പ്രാർത്ഥനാ ഗാനമാണ്. അത് പിന്നെ അവരുടെ അന്നത്തെ തിരുവിതാംകൂറിലെ ദേശീയ ഗാനമായിട്ടാണ് ഇത് അന്ന് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിങ്ങനെയും കൂടെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. കാര്യം വളരെയധികം സാദൃശ്യം, റിയാലിറ്റിയുമായിട്ട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളൊരു പ്രതിമയാണ്. നമ്മൾ ഈ വരുന്ന വഴിക്ക് നമ്മളിപ്പോൾ ഒരു അസ്ഥിത്തറ പോലെ എനിക്ക് തോന്നിയത്, അസ്ഥിത്തറയാണോ അതിനകത്ത് ഒരു ഭഗവാൻ അമ്മാവൻ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു, അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ? അതായത് പിന്നെ ഇത് അസ്ഥിത്തറയാണ്, ഭഗവാൻ അമ്മാവൻ്റെ അസ്ഥിത്തറയാണ്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ അമ്മാവനും ഈ തിരുനാൾ മഹാരാജാവുമായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനാണ് ഈ പിന്നെ ഭഗവാനമാവൻ. ഭഗവാനമാവൻ ശരിക്കുള്ള പേര് ടി കേരളവർമ്മ എന്നാണ്. ടി കേരളവർമ്മ. അപ്പോൾ ഈ മഹാരാജാവിൻ്റെ അപ്പൂപ്പനാണ് ഈ ഇദ്ദേഹം.
സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൊല്ലവർഷം 1007 നാലുകെട്ട് പണി കഴിപ്പിച്ചു. ഇതാണ് ആ നാലുകെട്ട് അല്ലേ? അതെ, നമ്മൾ ഇനി ആ നാലുകെട്ടിനകത്തോട്ട് കയറാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അതെ, നമുക്ക് അതിനകത്ത് വിശേഷങ്ങൾ കാണാം. ഇതാണ് നാലുകെട്ട്. ഓക്കെ. പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. വളരെ വാസ്തുവിദ്യ ഒക്കെ നോക്കിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു വലിയ നാട്. കേരളത്തിൽ ഇന്നുള്ള നാലുകെട്ടിൽ ഒരു വലിയ നാലുകെട്ടിൽ ഒരു നാലുകെട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വലിപ്പമുള്ള നാലുകെട്ട്. ഏതാണ്ട് ഒരു 100 പേർക്കോളം ഇരുന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പല ഫങ്ഷൻസ് നടത്താനും ഒക്കെ പറ്റും. അപ്പോൾ ഒരു പഴയ കാലത്തെ ഒരു വലിയ നാലുകെട്ട്. മനസ്സിലായി. അപ്പോൾ ഇവിടെ ഇത് രസമാണല്ലേ കാണാൻ. ഞങ്ങളിത് വർഷാവർഷം ഇത് കൃത്യമായ മെയിൻ്റനൻസും ഒക്കെ നടത്തി ഇതിങ്ങനെ പരിപാലിച്ചു പോരുന്നതാണ്. ഇവിടെയുള്ള അമ്മമാരുടെ അച്ഛന്മാരുടെ എല്ലാം ചിത്രങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾ വന്നവർക്കെല്ലാം മനസ്സിലാക്കാം. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്, ഇതിന്റെ കണക്ഷൻസ്, ഈ ഉത്തരത്തിന്റെ കണക്ഷൻസ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പഴയ കാലത്തെ ഉള്ള നമ്മുടെ ഈ ഒരു തച്ചുശാസ്ത്രപ്രകാരം ഇവിടെ വന്നിട്ട് എല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു ജോയിൻ്റാണ് അത്. അതായത് ഇതിൻ്റെയൊക്കെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ലോക്ക് പോലാണ് അവിടെ. അവിടെ നിന്ന് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു തടി അവിടെ നിന്ന് ഇളകി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ബലക്ഷയം സംഭവിക്കും. ആ രീതിയിലാണ് ഇത് ലോക്ക് ചെയ്തിരിക്കുന്നത്. വളരെ പഴയ കാലത്തുള്ള പണിയാണ്. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു ബാൽക്കണി പോലാണ് ഇന്നത്തെ അല്ലേ? തീർച്ചയായിട്ടും. ഒരാൾക്ക് അതെ, കയറി നിൽക്കാനും പറ്റും, അതിൻ്റെ അകത്തൂടെ സഞ്ചരിക്കാനും പറ്റും. അത് ഒരു തട്ടുംപുറം പോലെ, തട്ടിൻ്റെ മുകളിൽ സ്റ്റോറേജ് സ്പേസ് ആണ്. അതെ, അതിൻ്റെ താഴെ അറയുണ്ട്. അറകൾ മുഴുവൻ ഇതെല്ലാം അറകളാണ്, വലിയ വലിയ അറകളാണ്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് സാധനങ്ങൾ വയ്ക്കാനും, അതുപോലെ തന്നെ പണ്ട് കാലത്ത് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ, വിളക്കുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ താഴെ നിലവറയുണ്ട്. നിലവറയിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന. അവിടെ ഒരു സ്പെഷ്യലുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആളുകൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അതൊന്ന് കാണാം. പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പരമ്പരകളെ, നമ്മളുടെ പൂർവികരെ ഒക്കെ എവിടെ നിന്നാണ് നമ്മൾ വന്നതെന്നും ആ വന്നവരുടെ പേരുകളും അതുപോലെ തന്നെ നിലവിലുള്ളതും ഇപ്പം നമ്മളുടെയൊക്കെ തന്നെ ഈ പുതിയ തലമുറയുടെയൊക്കെ തന്നെ ഏകദേശം ഒരു ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അല്ലാതെ കുറച്ച് നാൾ മുമ്പ് വരെ, ഏതാണ്ട് 1990 കാലഘട്ടങ്ങളിൽ വരെയുള്ളവരുടെയൊക്കെ നമ്മുടെ പേരുകൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ഫാമിലി ട്രീ ആണ് ഇത്. PR വർമ്മ സാറ് പറഞ്ഞിരുന്നു പഴഞ്ചേരി കോവിലകം എന്ന് പറഞ്ഞിരുന്നു. അതെ, പരപ്പൂർ സ്വരൂപം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഭരണാധികാരികളുടെ പരപ്പൂർ സ്വരൂപമാണ് പഴഞ്ചേരി കോവിലകത്തിൻ്റെ ഇത് നമ്മുടെ ഭരണകർത്താക്കൾ. മഹേഷേട്ടാ, ഇത് ചിത്രം ആരുടേതാണ്? ഇത് നമ്മുടെ ഭഗവാനമ്മാവിൻ്റെയാണ്. ഇത് വരച്ചിരിക്കുന്നതാണ്, കൈകൊണ്ട് വരച്ചിരിക്കുന്ന നമ്മുടെ പ്രശസ്തമായ ആർട്ടിസ്റ്റ് രാജാ രവിവർമ്മയുടെ മകൻ വരച്ച ചിത്രമാണിത്. ഇവിടുത്തെ പഴയ കാരണവരാണല്ലോ ഭഗവാനമ്മ. നമ്മുടെ ജയകുമാരങ്ങൾ പറഞ്ഞിരുന്നു ശ്രീ തിരുനാൾ മഹാരാജാവിന്റെ അദ്ദേഹത്തിന്റെ ഛായാചിത്രമാണ്. ഒറിജിനൽ പെയിന്റിംഗ് ആണ്. അതെ, ഒറിജിനൽ പെയിന്റിംഗ് ആണ്. ഇത് ചിത്രനാൾ കൊച്ചു കുഞ്ഞി തമ്പുരാട്ടി. അതെ 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 തമ്പുരാട്ടി. ഇത് അവിടുന്ന് വന്ന അമ്മൂമ്മയുടെ അതിൻ്റെ അകത്ത് ആ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ അമ്മൂമ്മയുടെയൊക്കെ പടങ്ങൾ നമുക്ക് കിട്ടിയ ചരിത്രങ്ങളെല്ലാം നമ്മളിവിടെ ഫോട്ടോസ് ആണെങ്കിലും എല്ലാം ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകരോടാണ് ഏറ്റവും എനിക്ക് തോന്നിയത്, ഇത് നിലവറയാണോ? ഇതൊരു അറയാണ്. ഇതിന്റെ താഴെ നിലവറയുണ്ട്. ഇതാണ് ഇതിന്റെ ലോക്ക്. അതെ അതെ, ഇതൊരു ലോക്ക്. ഇതിൻ്റെ അകത്ത് ഇതിന്റെ ഒരു വേറൊരു അറ്റാച്ച്മെന്റ് കൂടെ ഉണ്ട് ഈ ലോക്കിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ അത് എല്ലാവർക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ അത് ഊരി മാറ്റിയിട്ട് ഇവിടെ ഒരു താഴിട്ട് പൂട്ടിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക പഴയ രീതിയിലുള്ള അമ്പലങ്ങളൊക്കെ പൂട്ടുന്ന രീതിയിലുള്ള ഒരു ലോക്കാണ്. ഇരുമ്പിൻ്റെ ഒരു സിലിണ്ടർ പോലൊരു ലോക്ക് കൂടി ഇതിൻ്റെ അകത്ത് വരും. അതിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറക്കണമെങ്കിൽ അത് തുറക്കാൻ അറിയാവുന്ന, അത് വശമുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇതാണ് തേവാരപ്പര. ഇതാണ് തേവാരപ്പര അല്ലേ? അതെ അതെ. ഇത് പ്രതിഷ്ഠയില്ല, തേവാരം മാത്രമാണ്. അതായത് നമ്മുടെ പരദേവതയെ സങ്കല്പിച്ച്
ആ പരദേവത ഇവിടെ ആവാഹിച്ച് ഇരുത്തി ഉള്ള പൂജയാണ്. അപ്പം പ്രതിഷ്ഠയായിട്ടല്ല. അപ്പോൾ ഇത് ഒരുവിധം എല്ലാ ഈ പഴയ തറവാടുകളിലൊക്കെ ഇങ്ങനെയുള്ളൊരു തേവാരപ്പുര കാണും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ പ്രാർത്ഥിക്കാനുള്ള, രാവിലെ എണീറ്റ് കുളിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ പരദേവത ഏതാണോ ആ പരദേവതയെ സങ്കല്പിച്ച് പൂജകളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതാണ് തേവാരപ്പുരയുടെ കൺസെപ്റ്റ്. തേവാരപ്പുരയോട് അനുബന്ധിച്ച് തന്നെ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ, നമുക്കിവിടെ സർപ്പക്കാവുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് സർപ്പം പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ സർപ്പക്കാവ് ഇതിനപ്പുറത്തോട്ട് ഇവിടെ തന്നെ ഇതിനോട് ചേർന്ന് അതിൻ്റെ കുളമൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റ് അവിടുന്ന് കുളിച്ചിട്ടാണ് ഇവിടെ തേവാരം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ പൂജ ചെയ്യാൻ വരുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മുടെ ഇവിടെ ഉള്ള അടുത്തുള്ള ഇല്ലങ്ങളിൽ നിന്നുള്ള നമ്പൂതിരിമാർ പൂജ ചെയ്യാനായിട്ട് വരും. സ്ഥിരമായിട്ട് പൂജയുണ്ട്. എല്ലാ ദിവസവും രാവിലെ തുറന്ന് പൂജകളുണ്ട്. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിന് തന്നെ ജീവിതചര്യയുടെ ഭാഗമായിട്ടുള്ളൊരു ഭക്ഷണം നമുക്ക് പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അതിന് മുമ്പ് നമ്മുടെ കുറേ ഭക്ഷണക്രമത്തിൽ കുറേ പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും. എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്ന്, നമ്മൾ പ്യുവർ വെജിറ്റേറിയൻസാണ്. പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ നോൺ വെജിൻ്റെ ഒരു ഐറ്റം പോലും, ഇവൻ ചിലർ പറയാറുണ്ട് മുട്ട വെജിറ്റേറിയൻ, അതൊന്നുമില്ല. ഇവിടെ മുട്ട പോലും ഇല്ലാതെ പ്യുവർ വെജിറ്റേറിയൻ രീതിയിലാണ്. അതുമാത്രമല്ല, ഈ വെജിറ്റേറിയൻ എൻ്റെ കൂട്ടത്തിൽ നോൺ വെജ് അല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ചില സാധനങ്ങൾ പോലും നമ്മൾ കൂട്ടില്ല. ഉള്ളി കഴിക്കില്ല? ഇല്ല. വെളുത്തുള്ളി ഒന്നും ഇല്ല. ഫുഡിൻ്റെ അകത്ത് വെളുത്തുള്ളി നമ്മൾ ടേസ്റ്റ് മേക്കറായിട്ട് പലപ്പോഴും നമ്മുടെ പല ഫുഡുകളിലും പുറത്തൊക്കെ ഇടാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ വെളുത്തുള്ളി പോലും ഇടാതെ കഴിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല, ഇപ്പോൾ ആയുർവേദ ശാസ്ത്രവിധി പ്രകാരമുള്ള ഫുഡ് മീൻസ് മരുന്നുകളിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ല? തീർച്ചയായിട്ടും. ഔഷധമാണല്ലോ വെളുത്തുള്ളി. ഔഷധമായിട്ട് ഉപയോഗിക്കുക. ഫുഡ് ടേസ്റ്റ് മേക്കറായിട്ട് വേറെ ഉപയോഗിക്കാം. വെളുത്തുള്ളി ശരിക്കും പറഞ്ഞാൽ ഔഷധമാണ്. നമ്മുടെ ഫുഡിലൊന്നും വെളുത്തുള്ളി, ഉള്ളി ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും പതിവില്ല. പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഭക്ഷണം. പ്യുവർ വെജിറ്റേറിയൻ ആണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ എല്ലാവരും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ ദ ഹെറിറ്റേജ് ബൈറ്റ്സിൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇന്ന് എന്താണ് തീർച്ചയായിട്ടും നൽകാൻ പോകുന്നത്? ഒരുപാട് വിഭവങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഇവിടെ ഇത് അസ്ത്രം എന്നൊക്കെ പറഞ്ഞ് പല കറികളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. പാകം ചെയ്യുന്ന അമ്മ തമ്പുരാട്ടി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അമ്മ തമ്പുരാട്ടി അടുത്തേക്ക് പോവാം. ആയിക്കോട്ടെ. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ പാലിയേക്കര കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ നമ്മുടെ മഹേഷേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിവിടെ നമുക്കായിട്ട് ഇവർ സമ്മാനിക്കുന്നത് എന്ത് സ്വാദാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എൻ്റെ കൂടെ 2 പേരുണ്ട് വിശിഷ്ട വ്യക്തികൾ. ഒന്ന് ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയാണ്, ചന്ദ്രമതി തമ്പുരാട്ടി. തമ്പുരാട്ടി നമസ്കാരം. ഇത് കൃഷ്ണകുമാരി ആൻറ്റിയാണ്. ഇവർ 2 പേരും ഈ കൊട്ടാരത്തിലെയാണ്. തമ്പുരാട്ടി ചേച്ചി, എന്താണ് ഇപ്പം ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന സ്വാദ് എന്താണ്? നമുക്ക് അസ്ത്രം. ഈ അസ്ത്രം എപ്പോഴാണ് നമ്മൾ തയ്യാറാക്കുന്നത്? ഏത് സമയത്താണ് കൊട്ടാരത്തിൽ തയ്യാറാക്കുന്നത്? തിരുവാതിര സമയത്ത്. തിരുവാതിരക്കാണ്? ധനുമാസത്തിലെ തിരുവാതിരക്ക് തിരുവാതിര പുഴുക്ക് അസ്ത്രം. അങ്ങനെയാണ് എൻ്റെ ഇപ്പം ഇത് ഇരിക്കുന്നത് കൽച്ചട്ടിയിലാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പം തുടക്കം തൊട്ടൊന്ന് പറഞ്ഞു തരാമോ? ആദ്യം ഈ ചേമ്പെടുത്തു. ചേമ്പ് പച്ചമുളകും കൂടെ വേവിക്കാനിടുക. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞള്, ഉപ്പ് രണ്ടും കൂട്ട് വേവിക്കുക. വേവിച്ചിട്ട് കുറച്ച് തേങ്ങ നല്ലോണം അരച്ച് ചേർക്കുക. ആ ഒരു പരുവാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ഇവിടെ തൈരുണ്ട് അല്ലേ കൃഷ്ണപുരി ആന്റി? തൈരുണ്ട്. തൈരും കറിവേപ്പിലൊക്കെ ഇട്ട് തൈര് കലക്കി കറിവേപ്പില ഇട്ട് വെക്കുക. ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടോ? ഇല്ല, അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അസ്ത്രം തയ്യാറാക്കുമ്പോൾ ഇപ്പൊ ആദ്യത്തെ ഭാഗം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് തുടക്കം അല്ലേ? ചേമ്പ് അരപ്പൊക്കെ ഇട്ട് വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കൽച്ചട്ടിയിൽ. അപ്പൊ നമ്മൾ തൈര് ഒഴിക്കണം, പച്ചവെളിച്ചെണ്ണയും കരിവേപ്പിലയും ചേർക്കണം. അപ്പം അസ്ത്രം റെഡിയായി. അപ്പൊ അത് നല്ല കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാം. അത് കഴിക്കാം. അപ്പൊ ശരി, നമുക്കെന്നാ അത് തുടങ്ങാം. അമ്മ തുടങ്ങിക്കോ. അപ്പം നമ്മുടെ അസ്ത്രത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള നമ്മുടെ ചേമ്പൊക്കെ എടുത്ത് പച്ചമുളകൊക്കെ ചേർത്ത് അതൊന്ന് വേവിച്ച് അതിനകത്തോട്ട് കുറച്ച് തേങ്ങയുടെ അരപ്പ് ചേർത്തു. കുറച്ച് മഞ്ഞൾ പൊടി എല്ലാം ഇടണം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇടല്ലേ, മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ സ്വല്പം മഞ്ഞളും കൂടെ, ഉപ്പും കൂടെ. അങ്ങനെയാണ് ഇപ്പം ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളത് ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത്? തൈര് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇത് ചൂടാവട്ടെ. അത് ചൂടായതിനു ശേഷം അല്ലേ?
ആഹാ, തൈര് ഒഴിച്ചിരിക്കുകയാണ്. ഇതിനും ചൂടാവണം. ഇതൊന്ന് ചൂടാവും. ചൂടാവും. അതേ ചൂടായത് ആ, കുറച്ചൊന്ന് ചൂടാവണം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞു അല്ലെ? ചെറുതായിട്ടൊരു ചെറിയ തിള വന്നു അല്ലേ? ചെറിയ തിള വന്ന് ആ, ചെറിയ തിള വന്നപ്പം അതിലേക്ക് വീണ്ടും കറിവേപ്പില ഇടുകയാണ്. മതി. മതി. ഇതിന്റെ കൂടെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിരിക്കുകയാണ്. മതിയാവും. ഇതാണ് പരുവം അല്ലേ? ഇതാണ് പരുവം. ഇതാണ് അസ്ത്രം. അത്രയേ ഉള്ളൂ. ആന്റി, അപ്പം ഈ കാച്ചില്, അസ്ത്രത്തിന് കാച്ചില്, ചേന ഉപയോഗിക്കില്ല, ഇതില്ലേ ചേമ്പ് ഉപയോഗിക്കും. ചേമ്പും ചെറിയ ചേമ്പും ഇതും ഇത് കണ്ണൻ ചേമ്പാണോ? കണ്ണൻ ചേമ്പാണോ? അല്ല, കണ്ണൻ ചേമ്പ്, ചെറുചേമ്പ്. ചെറുചേമ്പെന്ന് പറയും. ഓ, ഓക്കെ, ചെറിയ ചേമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വേറെ ചേന ഒന്നും ഉപയോഗിക്കില്ല. ഈ ചേമ്പ് അല്ലെങ്കിൽ കാച്ചിൽ ചേനയും കായും ഒക്കെ, ഏത്തക്കായും ചേനയും ഒക്കെ കാളം വെക്കാൻ ഉപയോഗിക്കും. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്താലോ? ഓഹോ, കൃഷ്ണ ചേച്ചി, കുറച്ച് ഞാൻ കയ്യിലേക്ക് തന്നെ വാങ്ങാല്ലേ, അതാ അതിന്റെ ഒരു സുഖം. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉപ്പ് പോരാതെ വരും. സൂപ്പർ ടേസ്റ്റ്. തൈര് ഒഴിച്ച് കഴിയുമ്പോഴേ ആഹാ, വെറുതെ അല്ല, സൂപ്പറാ. ഉപ്പെല്ലാം പരുവാണ്. തൈരിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടെ അതിനകത്തേക്ക് വന്നു. പക്ഷെ നമ്മൾ ആ തേങ്ങ അരപ്പിന്റെ ഒക്കെ ടേസ്റ്റ് നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പാകത്തിന് ഉപ്പുമാണ് കേട്ടോ. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പം വേറൊരു രുചി കൂടെ ആയി അതിനകത്ത്. മനോഹരമാണ്. കടു വറക്കുകയല്ല, പച്ചവെണ്ണ കടുവറക്കും. അല്ല, സാധാരണ നമ്മൾ പൊതുവെ കേൾക്കുന്നത് അല്ല വെളിച്ചെണ്ണയിലോട്ട് കടുകും ഈ പറയുന്ന ഇതെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ടാണല്ലോ പൊതുവെ കേൾക്കുന്നത്. ഇത് അങ്ങനെ ഒന്നുമില്ല. എന്തായാലും നമ്മുടെ ചന്ദ്രമതി തമ്പുരാട്ടി, നമ്മുടെ വലിയ തമ്പുരാട്ടി നമ്മളായിട്ട് നമ്മളോട് ഇത്രയും നേരം, അതുപോലെ ലക്ഷ്മാരി ആന്റിയും കൂടെ ചേർന്ന് മനോഹരമായിട്ടൊരു അസ്ത്രം നമുക്കായിട്ട് ഇന്ന് നൽകിയിരിക്കുകയാണ്. അപ്പം വളരെയധികം നന്ദി അമ്മ ഈശ്വരി ആന്റി. എനിക്ക് ഞങ്ങളുടെ ഈ ദ ഹെറിറ്റേജ് ബൈറ്റ്സ് എന്ന ദൂരദർശന്റെ മനോഹരമായിട്ടുള്ള ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകുക, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് അസ്ത്രത്തെ പരിചയപ്പെടുത്തി തന്നതിൽ. അപ്പം എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ എല്ലാവരോടും ഒരു ബൈ ബൈ പറഞ്ഞു. എല്ലാവരോടും ബൈ ബൈ. പ്രൗഢിയും പ്രതാപവും നിറഞ്ഞു നിന്ന ഒരു രാജഭരണകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടേറെ അറിവുകൾ നമുക്ക് സമ്മാനിച്ച ഒരു അധ്യായമായിരുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. കാര്യം പലേക്കര കൊട്ടാരത്തിൽ നമ്മൾ കണ്ടത് വാസ്തുവിദ്യാപരമായും അങ്ങനെ വിവിധ തരത്തിൽ ഈ കൊട്ടാരത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട്, തിരുവാതിരയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചന്ദ്രമതി തമ്പുരാട്ടിയും കൃഷ്ണകുമാരി ആൻറ്റിയും ഒക്കെ നമുക്ക് സമ്മാനിച്ച അസ്ത്രമെന്ന സ്വാദുള്ള ഒരു കൂട്ടുകൂടി നമ്മൾ ഇന്ന് ആസ്വദിച്ചു. ഇതുപോലെ കേട്ടറിഞ്ഞ, ചിലപ്പോൾ കേട്ടറിയാത്ത ചരിത്രവും ദേശവും സ്വാദുമായി വീണ്ടും ദ ഹെറിറ്റേജ് ബൈറ്റ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരേക്കും നന്ദി, നമസ്കാരം.